Hello, welcome back to yet another episode of Manju's Testimony. Today we are going to talk about OET grammar. OET grammar ആണോ എന്ന് ചോദിച്ചാൽ OET ഗ്രാമർ മാത്രമല്ല, നമ്മൾ മൊത്തത്തിൽ ജനറലായിട്ടൊരു ഗ്രാമറാണ് പറയുന്നത്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ അതിൻ്റെ OETയിലുള്ള റെലവൻസും കൂടി പറഞ്ഞു പോകാം. ഓക്കെ, സോ ഫസ്റ്റ് വി ഗോണ ടോക്ക് അബൌട്ട് പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസ് മീൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി കൊടുക്കുന്നൊരു ടെൻസാണ് പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് 4 സബ് ടെൻസുകളാണ്, സബ് പാർട്ടുകളാണുള്ളത്. അതായത് സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനെ കുറച്ചുകൂടി ഒന്ന് വ്യക്തത വരുത്തി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഒരു ഉപയോഗം. നമ്മൾ ഈ ടെൻസുകളൊക്കെ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം ഏത് സിറ്റുവേഷനിലാണെന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈ ഗ്രാമർ മനസ്സിലാകുന്നത്. അല്ലാതെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കണക്ക് സിമ്പിൾ പ്രസൻറ്റ് ഓക്കെ അതിൻ്റെ ഒരു ടെൻസ് ഫോം പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ടെൻസ് ഫോം പഠിച്ചു വെച്ചിട്ട് നമ്മളത് കാണാതെ പഠിച്ചിട്ട് അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊന്നും പഠിച്ചു കഴിഞ്ഞാൽ ഗ്രാമർ ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അതൊന്നും അല്ല അതിൻ്റെ വേ ഓഫ് ലേണിംഗ്. അപ്പം സിമ്പിൾ പ്രസൻറ്റ് ഓരോ ടെൻസുകളും ഏത് സിറ്റുവേഷനിലാണ്, ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ കറക്റ്റ് ടെൻസിൽ പറയാമെന്നാണ്, അങ്ങനെ ഒരു രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുമ്പോഴാണ് ഗ്രാമർ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി എന്ന് അർത്ഥമാക്കാൻ പാടുള്ളൂ. അപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നോക്കൂ, ഇതിപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ്, അതെൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണ്, എൻ്റെ ഒരു ഹാബിറ്റാണ്. അപ്പോൾ അതിന് മാറ്റമില്ലല്ലോ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാനായിട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാം. പിന്നെ രണ്ടാമതായിട്ട് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറയാനായിട്ടും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാം. ഈ ഫാക്ച്വൽ കാര്യങ്ങൾ പറയാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഒരു ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും മാറുന്നില്ല, അല്ലേ? അത് അങ്ങനെ തന്നെയാണ്. അത് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ച് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പറയുമ്പോഴത്തേക്കും എനിക്കുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ക്യാരക്ടർ, ഒരു രീതി, അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ അത് മാറുന്നില്ല, അത് അങ്ങനെ തന്നെയാണ്. നാളെ ഞാനത് മാറ്റുമെങ്കിൽ അത് ഫ്യൂച്ചറിലെ കാര്യമാണ്. ഇപ്പം ഞാൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വിദ്യാപാലൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിരുന്ന ഒരു എക്സാമ്പിൾ തന്നെ പറയാം. ഐ ഡാൻസ് ആൻഡ് ഹീ ഡാൻസസ് അങ്ങനെ പറഞ്ഞിട്ട് കേട്ടിട്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഡാൻസ് ചെയ്യും, എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ ഡാൻസ് ചെയ്യുന്ന ആളാണ്. അതായത് ഞാൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഒരു ശീലമാണ്, ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട്, ഇപ്പോഴും ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്. അതാണ് ഐ ഡാൻസ്. ഹീ ഡാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും ഒരു ഡാൻസറാണ്, അവൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, അവൻ ഇപ്പോഴും ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഒരു ടെൻസ് ഫോം അതൊക്കെ നിങ്ങളിങ്ങനെ കാണാതെ കൊണ്ട് അങ്ങനെ വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും സബ്ജക്റ്റ് വരിക, വെർബ് എഴുതുക, സബ്ജക്റ്റ് അതായത് ഐ ആണ് അവിടുത്തെ സബ്ജക്റ്റ്. അതിൻ്റെ വെർബ് എന്ന് പറയുമ്പോഴത്തേക്കും ഐ ഡാൻസ്. പിന്നെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഐ ആണെങ്കിൽ, അതായത് ഒരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ അവിടെ വെർബിൻ്റെ കൂടെ എസ് ചേർക്കണം. അതല്ല ഒരു പ്ലൂറൽ ഫോമാണ് സബ്ജക്റ്റായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ വെർബിൻ്റെ കൂടെ എസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഡാൻസ്, ഹി ഡാൻസസ്. ഹീ എന്ന് പറയുന്ന ഒരു സിംഗിളാണ്. ഐ എന്ന് പറയുന്നത് ഐ ആൻഡ് യു ഓൾറെഡി സിംഗിൾ പേഴ്സൺ ആണെങ്കിലും അതൊരു പ്ലൂറൽ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഐ ഡാൻസ് എന്ന് പറയുന്നതും യു ഡാൻസ് എന്ന് പറയുന്നതും ഹീ ഡാൻസസ് എന്ന് പറയുന്നതും. പക്ഷെ ദേ വരുമ്പോഴത്തേക്കും എന്താ പറയുന്നത്? ദേ ഡാൻസ് എന്നേ പറയത്തുള്ളൂ. കാരണം ദേ ഡാൻസസ് എന്ന് പറയത്തില്ല. ദേ എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാരാണ്, പ്ലൂറലാണ്. അപ്പോൾ ഇതാണ് ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഒരു ടെൻസ് ഫോമാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് അതിന് എസ് ചേർക്കാം, എസ് ഇല്ലാതെ ആക്കാം, ദെൻ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, വെർബിൻ്റെ ബേസ് ഫോമാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറയാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ശീലത്തെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡായിട്ട് ഫാക്ച്വൽ കാര്യങ്ങൾ പറയാനായിട്ട് ഉപയോഗിക്കും. ഫാക്ച്വൽ കാര്യങ്ങൾ പറയാനാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പണ്ട് തൊട്ടേ സ്കൂൾ ടൈമിൽ പഠിച്ചുകൊണ്ട് വന്ന എക്സാമ്പിൾ തന്നെ പറയാം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അല്ലേ? അതായത് സൂര്യൻ ഉദിക്കുന്ന കിഴക്ക് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കും. അത് അങ്ങനെ അതിന് ഇന്നലെ മാറ്റം വന്നിട്ട് ഇന്നും മാറ്റം വന്നിട്ട് അത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങളെയാണ് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മുടെ OETയിൽ എങ്ങനെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ആൽക്കഹോള്, സ്മോക്കിംഗ് ഒക്കെ ഉള്ള ആൾക്കാരെ പറയാനായിട്ട് നമ്മൾ അത് അവരുടെ ഒരു ശീലമാണെന്ന് നമ്മൾ ലെറ്റേഴ്സിൽ എഴുതാറുണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് എന്താണ്?
ഹി കൺസ്യൂംസ് ആൽക്കഹോൾ, അതായത് അവന് ആൽക്കഹോൾ കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, ഒരു ശീലമുണ്ട്. ഹി അവിടെ സബ്ജക്റ്റ് ആണ്, ഹി സിംഗുലർ ആയതുകൊണ്ട് ആണ് ഹി കൺസ്യൂംസ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അതുപോലെ വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്മോക്കിങ്ങിനെ വെച്ച് പറയുകയാണെങ്കിൽ ഷീ സ്മോക്സ് സിഗരറ്റ്സ് അങ്ങനെ പറയാറുണ്ട് അല്ലേ. അല്ലാതെ നമ്മൾ ഒരിക്കലും OETയിൽ അങ്ങനെ ഷീസ് എ സ്മോക്കർ, ഹീസ് എ ഡ്രിങ്കർ അങ്ങനെയൊന്നും പറയാറില്ല. അപ്പം ഷീ സ്മോക്സ് സിഗരറ്റ്സ്, അപ്പം അത് എന്താണ്, അതും ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മളവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്, അവൾ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്, ഇപ്പോഴും സിഗരറ്റ് വലിക്കുന്നുണ്ട്, ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഹാബിറ്റുകൾ നമ്മൾ OET ലെറ്ററിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ടെൻസാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പം OET ലെറ്ററിലും അതുപോലെ OET സ്പീക്കിങ്ങിലൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് മനസ്സിലാക്കിയിരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. OET റിലേറ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സെൻറ്റൻസും വരുന്ന ഒരു സെൻറ്റൻസുമാണ് OET, ഐ മീൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇനി അടുത്ത പ്രസന്റ് ടെൻസിൽ തന്നെ സബ് ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ടിന്യൂസ് ടെൻസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇതൊക്കെ മിക്കവർക്കും അറിയാവുന്നതാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇപ്പോഴും നമ്മുടെ ഇടയിൽ അറിയാത്ത ആൾക്കാരുണ്ട്, ഇതൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട്, അതായത് ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം തുടങ്ങിയിട്ടുള്ളത് ഒരു ബേസ് ലെവലിൽ നിന്ന് അഡ്വാൻസ് ലെവലിലേക്ക് പോകാമെന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാം ബിഗിനിങ് തൊട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഗ്രാമറും എല്ലാം അങ്ങനെ തന്നെ പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അറിയാവുന്നവർ അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം വേറെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് എന്ന് പറയുന്ന വാക്കിൽ തന്നെയുണ്ട്. ഇതിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് പ്രസൻറ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു രീതിയിലാണ് ഈ ടെൻസ് എന്നൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത്. നമ്മൾ മലയാളത്തിലാണെങ്കിൽ നമുക്കിങ്ങനെ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ടെൻസ് ഫോമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിതെല്ലാം നോർമലി പറയും. അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് ഇതുപോലെയുള്ള ടെൻസും കാര്യങ്ങളും ഒന്നും ഇങ്ങനെ രീതിയിൽ ഫോർമാറ്റ് വൈസ് എഴുതി വെച്ച് പഠിക്കലോ അങ്ങനത്തെ പരിപാടിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് നമ്മളെപ്പോലെ ഭാഷ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് എന്താണ് ഫോർമാറ്റും ഇക്വേഷൻസും ടെൻസ് ഫോമൊക്കെ കൊണ്ടാണ് ഇങ്ങനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതിൻ്റെ ടെൻസ് ഫോം ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. ഇതൊന്നും നിങ്ങൾ ഇങ്ങനെ പഠിക്കേണ്ടതാണ് ഒരു രീതി മനസ്സിൽ നിന്ന് മറന്നു കളയുക. ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ട് അതിന് ഒരു സെൻറ്റൻസ് വരുമ്പോഴത്തേക്കൊക്കെ സിമ്പിൾ പ്രസൻറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ടെൻസ് ഫോം ഏതായിരുന്നു അതിവിടെ അപ്ലൈ ചെയ്യുന്ന, അങ്ങനെയൊന്നും പഠിച്ചു കഴിഞ്ഞാൽ ഗ്രാമർ പഠിക്കില്ല. സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഈ സിറ്റുവേഷനിൽ ഏത് ടെൻസ് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കി അത് എന്തുകൊണ്ട് ആ ടെൻസ് വന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഏതാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എം ഡൂയിങ് ദിസ് വീഡിയോ, അതായത് ഞാനിപ്പം ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ സബ്ജക്റ്റ് വന്നു സബ്ജക്റ്റ് വന്നു, ആം എന്ന് പറയുന്ന ഓക്സിലറി വെർബ് വന്നു. പിന്നെ ഡൂയിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ING ഫോമാണ്. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ING ഫോം ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ ING ഫോം അല്ല ചേർത്തത്. നമ്മൾ എന്താണ് വെർബിൻ്റെ ബേസ് ഫോമാണ് ചേർത്തത്. പക്ഷേ ഇവിടെ കണ്ടിന്യൂസ് വരുമ്പോഴത്തേക്ക് ആ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ING ഫോം ചേർക്കുന്നത്. ഐ ആം ഡൂയിങ് ദിസ് വീഡിയോ, ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം, ഈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെൻസാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈ മദർ ഈസ് കുക്കിംഗ്, അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമ്മ ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൈ മദർ ഈസ് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് OETയിലുള്ള റെലവൻസ്, OETയിൽ നമുക്ക് അതായത് ഒരു പേഷ്യൻറ്റിന് ഇപ്പം നമ്മളൊരു പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്ത് വിടുവാണ്, ആ പേഷ്യൻറ്റിന് ഇപ്പം കുറച്ച് കാര്യങ്ങൾ കറൻ്റ് ഗോയിങ് ഓൺ ആണ്, അത് പറയാനായിട്ട് നമുക്ക് എന്താണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീ ഈസ് ഗെറ്റിംഗ് ഡയാലിസിസ് ടോയ്സ് വീക്കിലി, അല്ലേ, ഹീ ഈസ് ഗെറ്റിംഗ് ഡയാലിസിസ് ടോയ്സ് വീക്കിലി, അതായത് അവന് ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കിട്ടുന്നുണ്ട്, അല്ലേ.
അപ്പം അങ്ങനെ പറയാനാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കാണ് ഒ ഇ ടിയിൽ ഈ ഒരു ടെൻസ് ഫോമിൻ്റെ റിലവൻസ് വരുന്നത്. പിന്നെ വേറെ പറയാനുള്ളത്, ഹീസ് ഗെറ്റിംഗ് ഫിസിയോതെറാപ്പി വൺസ് ഡെയിലി അല്ലേ, അതായത് ഒരു ദിവസം ഒരു പ്രാവശ്യം വെച്ച് ഫിസിയോതെറാപ്പി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ടെൻസ് ഫോമുകളാണ് യൂസ് ചെയ്തത്? ഹീ ഈസ് ഗെറ്റിംഗ്, അയാൾക്ക് ഫിസിയോതെറാപ്പി കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു കണ്ടിന്യൂസ് ടെൻസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റിംഗ് ING എന്ന് ചേർത്തേക്കുന്നത്. അല്ലാതെ ഹീ ഗെറ്റ്സ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അവന് ഫിസിയോതെറാപ്പി കിട്ടുന്നുണ്ട്, അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും കിട്ടുന്നുണ്ട്, അങ്ങനെ നമ്മൾ പറയില്ല. കാരണം എന്താണ്? ഫിസിയോതെറാപ്പി എന്ന് ഫിസിയോതെറാപ്പി കിട്ടുന്ന ഒരു കാര്യം ഒരു ശീലമോ കാര്യങ്ങളോ ഒന്നും അല്ല. അത് എപ്പോഴോ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇനി ഫ്യൂച്ചർ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് നിർത്തേണ്ട ഒരു കാര്യമാണല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഇപ്പം പറയുന്ന രീതി പറയുവാണെങ്കിൽ ഹീസ് ഗെറ്റിംഗ് ഫിസിയോതെറാപ്പി എന്ന് പറയാം, ഫിസിയോതെറാപ്പി വൺസ് ഡെയിലി എന്ന് പറയാം. അതല്ല, ഇത് എന്ന് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇത് ഫ്യൂച്ചറിൽ ഇത് എപ്പോൾ വരെയാണ് ഇപ്പോഴും കണ്ടത്, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. പക്ഷേ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇന്നിപ്പോൾ ഈ 2 ടെൻസുകൾ പഠിക്കാം. ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസുമാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ശീലം മെയിനായിട്ടും പറയാൻ വേണ്ടിയിട്ട്, നമ്മളിപ്പോൾ ഇങ്ങനെയാണ് എന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒ ഇ ടിയിൽ അതിൻ്റെ റെലവൻസ് വരുന്നത് ഇപ്പം ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുകയോ അല്ലെങ്കിൽ സ്മോക്കിങ് എന്തെങ്കിലുമൊക്കെ ശീലം പറയാനാണെങ്കിൽ നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ അതുകൂടാതെ ഫാക്ച്വൽ കാര്യങ്ങളും പറയാനായിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കൂ. പിന്നെ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 2 പ്രസൻറ്റ് ടെൻസിൻ്റെ തന്നെ 2 സബ് ടെൻസുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഈ ഗ്രാമറിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ പല വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മറക്കാതെ വീഡിയോസൊക്കെ കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്.